ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച 250 രൂപയുടെ സാരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സാരി വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ അംബർല സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിത് സാരിയുടെ മുന്താണിയാണ്. ഇതിൻ്റെ ആവശ്യം നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ഞാൻ അതിനെ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഈ ഒരു മെഷർമെൻറ്റിലാണ് ഞാൻ ചെയ്യുന്നത്. എൻ്റെ മെഷർമെൻറ്റ് തന്നെയാണ്. അതേ ലൈനിങ്ങിലാണ് കട്ട് ചെയ്യുന്നത്. ബട്ടർ ഷിഫോണിൻ്റെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മൾ യോക്ക് പാർട്ട് ആദ്യം കട്ട് ചെയ്യാനായിട്ട് ഇതേപോലെ 4 ക്ലോത്ത് ഇതേപോലെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. താഴ്ഭാഗം ഇതുപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. കൊടുത്തിട്ട് നമുക്ക് യോക്ക് ലെങ്ത് എത്രയാണോ അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ചും കൂടെ കൂട്ടി ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇവിടെ നമ്മുടെ ഷോൾഡറിന്റെ ഹാഫ് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ബാക്ക് നെക്ക് ലെങ്ത് എത്രയാണോ ഡീപ്പ് എടുക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് വേണം ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഷോൾഡർ മാർക്ക് ചെയ്തെടുത്ത് നേരെ താഴത്തേക്ക് ഇതേപോലെ ആം ഹോൾ പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് വരുന്നിടത്ത് ഇതേപോലെ ലൈൻ കൊടുക്കുക. അവിടെയാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിന്റെ 4/1, 1/2 ഇഞ്ച് ലൂസ്, 1 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.25 ഇഞ്ച് തയ്യൽ തുമ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് വേസ്റ്റ് റൗണ്ടിന്റെ 4/1, 1/2 ഇഞ്ച് ലൂസ്, 1/2 ഇഞ്ച് ഡാർട്ടിനും പിന്നെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ വേണം ഇവിടെ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ ഒരു പോയിന്റ്സ് തമ്മിൽ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ആം റൗണ്ട് വരയ്ക്കാം. ആം റൗണ്ട് വരയ്ക്കുമ്പോൾ ചെസ്റ്റിന് 4/1 ലൂസ് നിൽക്കുന്നതിൻ്റെ അവിടെ ഇതേപോലെ ഫ്രഞ്ച് കർവ് വെച്ച് ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. നമുക്ക് എന്നിട്ട് ഈ ഒരു കർവ് മെഷർ ചെയ്ത് നോക്കണം കറക്റ്റ് ആം റൗണ്ട് ഉണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമ്മളത് ഇറക്കി വരച്ച് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എത്രയാണോ വൈഡ് വേണം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് ഞാൻ 5.5 ഇഞ്ചും ബാക്ക് നെക്ക് ലെങ്ത് 6 ഇഞ്ചും ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ ഇങ്ങനെ വരച്ചു എന്നുള്ളതേ ഉള്ളൂ. സ്റ്റിഫിലാണ് കട്ട് ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. ബോഡി പാർട്ടിൽ കട്ട് ചെയ്യാറില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് കർവ് വരച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബോഡി പാർട്ടിന്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞ് നമുക്ക് ഡാർട്ടും കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാർട്ട് നമുക്ക് ഹാങ് ചെയ്ത് വരാതിരിക്കാനായിട്ട് ഇവിടുന്ന് മുകളിലേക്ക് ഞാൻ ഇതേപോലെ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ കർവ് കൊടുക്കുന്നുണ്ട്. 1 ഇഞ്ച് 1/4 ഇഞ്ച് നമുക്ക് അവിടെ കർവ് കൊടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ സൈഡ് ഇങ്ങനെ ഹാങ് ചെയ്ത് താഴത്തേക്ക് വരും ഈ ഒരു സൈഡ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ സൈഡ് നമ്മൾ കർവിൽ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ട് നമ്മൾ സെൻറ്റർ പാർട്ടൊന്ന് കട്ടിങ് കൊടുക്കണം. നമ്മൾ സ്റ്റിഫ് വെച്ച് നെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വരാനാണ്. ഡാർട്ട് മാർക്ക് ചെയ്യാനായിട്ട് ബ്രസ്റ്റ് വിഡ്ത്തിൻ്റെ ഹാഫ് ഇതേപോലെ മേളിലായിട്ട് മാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ താഴത്തേക്ക് നമ്മൾ ഇതേപോലെ ബ്രസ്റ്റ് പോയിന്റും പ്ലസ് 1/2 ഇഞ്ചോടെ കൂട്ടി ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് ഇതുപോലെ ഒരു ലൈൻ മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലേക്കും 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ട് ഇതേപോലെ ഒന്ന് ലൈൻ വരച്ച് കൊടുത്തിട്ട് നമുക്കിനി ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വരയ്ക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഫ്രണ്ട് ആം ഹോൾ ഇതേപോലെ 1/2 ഇഞ്ച് ഇതേപോലെ കുഴിച്ചു വരച്ച് കൊടുത്തിട്ട് നമുക്കതിനെ കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് ആണ് ഇതേപോലെ കട്ട് ചെയ്തെല്ലാം മാറ്റി വെക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് മെയിൻ പാർട്ട് ഇത് വെച്ചങ്ങ് കട്ട് ചെയ്താൽ മതിയാകും. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് നമ്മുടെ ബാക്ക് പാർട്ടുമാണ്. നമുക്കിനി ഇത് വെച്ച് നമുക്കിനി സ്കേർട്ട് പാർട്ട് ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ 1/2 ഇഞ്ച് നമ്മുടെ ഡാർട്ടിനുള്ളത് വിട്ടിട്ട് നമ്മുടെ എക്സ്ട്രാ നിൽക്കുന്ന സീം എലവൻസും ഇല്ലാതെ മാത്രം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുത്താൽ മതി. അല്ലെങ്കിൽ ഡാർട്ടിൻ്റെ ആ ഒരു സ്പേസ് ഇട്ട് ഒരു അമ്പർലയാണ് കട്ട് ചെയ്യുന്നപ്പോൾ ഒരുപാട് അങ്ങ് വലുപ്പമായിപ്പോൾ. അതുകൊണ്ട് നമുക്ക് ഡാർട്ട് വിട്ടിട്ടുള്ള ഇതേപോലെ നമ്മൾ എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമ്മൾ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 4 സൈഡ് മൊത്തം റൗണ്ട് എത്രയാണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഈ കിട്ടുന്നത് × 4 നമ്മൾ നോക്കിയാൽ മതിയാകും. അപ്പോൾ നമുക്കിതുപോലെ എനിക്ക് 8.25 കിട്ടി. അതേ × 4 നോക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും എത്രയാണ് നമുക്ക് വേസ്റ്റ് റൗണ്ട് വേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഒരു റൗണ്ടിനെ വെച്ച് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 33 ഇഞ്ചിലാണ് ഞാൻ അംബർലയുടെ വേസ്റ്റ് റൗണ്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ നോക്കി വേണം ചെയ്യാനായിട്ട്. അതുപോലെ നമുക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് എത്രയാണെന്ന് മനസ്സിലാക്കാൻ നമ്മുടെ ഫുൾ ലെങ്തിൽ നിന്ന് നമ്മുടെ യോക്ക് ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, അത് നമ്മൾ മൈനസ് ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടേണ്ടതെന്നുള്ളത് നമുക്കിവിടെ ലഭിക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ യോക്ക് ലെങ്ത് മൈനസ് ഇതുപോലെ എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്കിവിടെ ഫുൾ ലെങ്തിൽ നിന്ന് 14.5 ഇഞ്ച് മൈനസ് ചെയ്ത് 39.5 ഇഞ്ചാണ് സ്കേർട്ട് ലെങ്തിന് കിട്ടുന്നത്. അപ്പോൾ സ്കേർട്ട് ലെങ്ത് 39.5 ഇഞ്ചും അതുപോലെ വേസ്റ്റ് റൗണ്ട് 33 ഇഞ്ചും ഇട്ടാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സ്കേർട്ട് ലെങ്ത് ലൈനിങ് വരുമ്പോൾ നമുക്ക് ഈ 39.5 ഇടണമെന്നില്ല. നമ്മൾ കുറച്ചൊന്ന് ലൈനിങ് കയറി നിൽക്കാവുന്നതാണ്. മെയിൻ പാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു 39.5 ഇട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ലൈനിങ് കട്ട് ചെയ്യണം. ലൈനിങ് ഞാൻ സെമി അംബർലയായിട്ടാണ് കട്ട് ചെയ്യുന്നത്. മെയിൻ പാർട്ട് ഫുൾ അംബർലയായിട്ട്. അപ്പോൾ സെമി ആയിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 3.14 ചെയ്ത് നമുക്ക് കറക്റ്റ് വേസ്റ്റ് റൗണ്ടിൽ എത്ര റേഡിയസിലാണെന്നുള്ളത് കിട്ടും. അപ്പോൾ നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് ഇതേപോലെ 2 മടക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് 2 മടക്കി വെച്ചും ഇതുപോലെ 2 മടക്കിയിട്ട് കോണായിട്ട് മടക്കുക. കണ്ടോ, 2 മടക്കിയിട്ട് നമ്മൾ കോണായിട്ട് ഇതേപോലെ മടക്കിയിടുക. മടക്കിയിട്ട് നമ്മൾ ഇതേപോലെ ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ നമുക്ക് സെമി അംബർല ആയതുകൊണ്ട് നമുക്ക് വേസ്റ്റിൻ്റെ റൗണ്ടിൻ്റെ റേഡിയസ് കാണാൻ നമുക്ക് എത്രയാണോ നമ്മുടെ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 3.14 ചെയ്താൽ മതി. അപ്പോൾ കിട്ടുന്ന റേഡിയസ് നമുക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ 33
ഡിവൈഡഡ് 3.14 നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് 10 ആണ്. 10.5 ആണ്. ഇതിൽ 10.5 എടുത്ത് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കോർണറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇതുപോലെ 10 ഇഞ്ച്. പിന്നെ ഇതേപോലെ നമ്മൾ 10 തന്നെ മാർക്ക് ചെയ്യണമെന്നില്ല. നമുക്ക് തയ്ച്ച് വരുമ്പോൾ നമുക്കത് ഓക്കെ ആയിക്കോളും. ഈ വലിയ ടൈപ്പ് തുണിയാണെങ്കിൽ ഇച്ചിരി കുറച്ചിട്ടാലും കുഴപ്പമില്ല. ഇങ്ങനെ ഓരോ പോർഷനിലും ഞാൻ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് എന്നിട്ട് ഈ ലൈൻസ് എല്ലാം തമ്മിൽ ഇതേപോലെ ജോയിൻ ഇത് ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് പോകും. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് വേണം നമ്മുടെ ലെങ്ത് മാർക്ക് ചെയ്യാനായിട്ട്. നമുക്കിനി നമ്മുടെ ഫുൾ ലെങ്ത് വരുന്നത് നമുക്ക് 39 ഇഞ്ചാണ്. പക്ഷേ ലൈനിങ്ങിന് അത്രയും വേണമെന്നില്ല. ഞാൻ ഒരു 35 ഇഞ്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേണ്ട 35ൻ്റെ കൂടെ ഇവിടെ ഈ കട്ടായി പോകുന്നതും കൂടെ കൂട്ടി വേണം നമ്മൾ മാർക്ക് ചെയ്യാൻ. അപ്പോൾ ആ 35ൻ്റെ കൂടെ 10 കൂടി 45 ഇഞ്ച് മാർക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ 45 ഇഞ്ച് ഓരോ പാർട്ടിലും ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം. കണ്ടോ, അടുത്ത പോർഷനിലോട്ട് ടേപ്പ് നീക്കി വെച്ച് നമ്മൾ 45 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഇങ്ങനെ ഓരോ പോയിന്റ് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ഒരു സർക്കിളായിട്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ സെമിയിൽ കട്ട് ചെയ്യുന്നുണ്ട്, സെമി സർക്കിളായിട്ട് നമ്മൾ കിട്ടും. ഓരോ പോർഷനിൽ മേളിൽ നിന്ന് കറക്റ്റ് നമുക്ക് വേണ്ട രീതിയിൽ ഇതേപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചില പോർഷൻസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കണ്ടോ, നമുക്ക് ഒരു സൈഡിലെ ക്ലോത്ത് ഇല്ല, അവിടെ നമ്മൾ ക്ലോത്ത് താഴേന്ന് കട്ട് ചെയ്തെടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇത് നമുക്ക് ഈ മാർക്ക് ചെയ്ത ഈ പോയിന്റ്സ് എല്ലാം നമ്മൾ ഇതേപോലെ ഒന്ന് വരച്ച് കൊടുത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമുക്ക് പ്രൊഫഷണൽ ആയിട്ട് ടൈലറിങ്, ഫാഷൻ ഡിസൈനിങ് ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നേരിട്ട് വന്ന് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ തിരുവല്ല ഇൻസ്റ്റിറ്റ്യൂട്ട് നേരിട്ട് വന്ന് പഠിക്കാവുന്നതുമാണ്. കോഴ്സിന്റെ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ഒരു ഭാഗത്ത് നമുക്ക് കട്ടിങ് വന്നിട്ടില്ല, അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ ബാലൻസ് ഉള്ള ക്ലോത്തിനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒരു കോൺ സൈഡിലൊക്കെ നമുക്ക് തുണിക്ക് വീതി കുറവാണ്, ഇതുപോലെ ജോയിൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ആ ഒരു സൈഡ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വേസ്റ്റ് പാർട്ട് ഇതേപോലെ ഇനിയും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. റേഡിയസ് വെച്ച് നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റ് റൗണ്ട് നമ്മളത് മെഷർ ചെയ്ത് നോക്കിക്കോളൂ, കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഇതേപോലെ ലൈനിങ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ പാർട്ടൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി മെയിൻ ഫാബ്രിക് ഇതുപോലെ 4ആയിട്ട് മടക്കിയിട്ട് പിൻ കുത്തി വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ലൈനിങ്ങിൻ്റെ ഫാബ്രിക് ഇതുപോലെ കറക്റ്റായിട്ട് പിൻ കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നല്ല ഒഴുക്കമുള്ള തുണികളൊക്കെ നമ്മൾ ഇതുപോലെ പിൻ മാക്സിമം നമ്മൾ യൂസ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തെന്നി പോകും. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റ് എല്ലാം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് സൈഡ് കറക്റ്റ് ചെയ്തെല്ലാം കട്ട് ചെയ്ത് കളയുകയുള്ളൂ. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൽ നമുക്കിനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ ക്ലോത്ത് എടുത്തിട്ട് നമ്മൾ 4ആയിട്ട് മടക്കിയിടണം. ഇതേപോലെ നമ്മൾ മൊത്തം ഇതേപോലെ വിരിച്ചിട്ടിട്ട് 4ആയിട്ട് മടക്കിയിടുക. കണ്ടോ, ഇതേപോലെ ആദ്യം മൊത്തത്തിൽ 2ആയിട്ട് മടക്കി വെച്ചും നമ്മൾ ഇതേപോലെ വീണ്ടും ഒന്നും കൂടി മടക്കി, അങ്ങനെ നമ്മൾ 4ആയിട്ട് നമ്മൾ മടക്കിയിട്ട്. കണ്ടോ, ഇതേപോലെ 4ആയിട്ട് മടക്കിയിട്ടു. 4ആയിട്ട് മടക്കിയിട്ടേച്ചും ഇതുപോലെ എല്ലാം കറക്റ്റായിട്ട് തന്നെ മടക്കെല്ലാം വരണം. മടക്കിയിട്ട് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കോണായിട്ട് ഒന്നും കൂടി മടക്കി കൊടുക്കണം. നമ്മൾ കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിനാണ് വീണ്ടും ഒരു കോണായിട്ട് ഒന്നും കൂടി മടക്കിയിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ ഫുൾ അംബ്രലയായിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേഡിയസ് നമ്മൾ വേസ്റ്റ് റൗണ്ട് ഡിവൈഡഡ് 6.28 വെച്ച് വേണം കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതേപോലെ 5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ 5 ഇഞ്ചൂടെ കൂട്ടി വേണം ഫുൾ ലെങ്ത് ഇനി മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോകുമ്പോൾ അത് ലെസ്സായി പോകും. എന്നിട്ട് ഇവിടുന്ന് ഇതേപോലെ നമ്മൾ ഫുൾ ലെങ്ത് ഇതേപോലെ ഓരോ പോർഷൻസിലും മാർക്ക് ചെയ്ത് കേർവ് വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അംബ്രലയിൽ ഒരു ഗൗണോ ഫ്രോക്കോ ഒക്കെ തയ്ക്കാൻ വളരെ ഈസിയാണ്, കട്ടിങ് വളരെ എളുപ്പമാണ്. ഇതുപോലുള്ള ഫാബ്രിക്കൊക്കെ ആണെങ്കിൽ തയ്ച്ചു കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയായിരിക്കും കാണാനായിട്ടും. ഇത് നമ്മൾ കണ്ട പോലെ അല്ലെന്ന് വെച്ചാൽ അല്ല മിസ്, ഞങ്ങൾ പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞായിരുന്നു. നല്ല രസമുണ്ട്. കൊള്ളാല്ലേടാ? ഇത് എത്ര രൂപയാണ് മീഷോന്ന് മേടിച്ചതിന്? എടാ 240 രൂപ സാരിയുടെ റേറ്റ്. ഇപ്പൊ എനിക്കൊന്നും 100-300 അങ്ങനെ കുറേ റേറ്റിന്റെ പലയിടത്തായിട്ട് കിടപ്പുണ്ട്. ആമസോണിലും കിടപ്പുണ്ട്, എനിക്ക് തോന്നുന്നു പലയിടത്ത് കിടപ്പുണ്ട്. ഞാൻ മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചത്. മീഷോയിൽ കുറച്ചുകൂടെ റേറ്റ് കുറവുണ്ടായിരുന്നു. ഇതിന്റെ പല കളർ കിടപ്പുണ്ട് കേട്ടോ. സാരി വെച്ചൊക്കെ ഒരു അമ്പല തയ്ക്കാൻ പറ്റുമല്ലേ? പിന്നെ ഫുള്ളമ്പല്ല സാരി വെച്ച് തയ്ക്കാൻ ഇവിടെ സുഖമായിട്ട് നമുക്ക് തയ്ക്കാൻ പറ്റും. 240 രൂപയ്ക്കാണ് നമ്മളിത് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സാരി എടുത്ത് നമ്മൾ അംബർല പാറ്റേൺ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ ഡിസൈൻ നോക്കണം. അംബർലയിൽ കട്ട് ചെയ്യുമ്പോൾ ഡിസൈൻ കറക്റ്റായിട്ട് കിടക്കുന്ന ഡിസൈൻ ആണോ എന്നുള്ളതും കൂടെ കേട്ടോ.
ചില ഡിസൈൻസ് പാനൽ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഡിസൈൻ നോക്കി നമ്മൾ ഏത് പാറ്റേൺ ആണോ ചെയ്യുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Anywhere, at any time, through online. STech, made to create, share to inspire.